നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പേരാവൂർ കുനിത്തലയിൽ CPM BJP സംഘർഷം. ഓട്ടോ തകർത്തു. CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോകൾ പണിമുടക്കി. ചെറുപുഴയിൽ ഓട്ടോ ഡ്രൈവറായ CPM പ്രവർത്തകനെ ട്രിപ്പ് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു. സിറ്റി താഴത്തെരു റോഡ് വികസനം. കണ്ണൂർ നഗരസഭയ്ക്കെതിരെ LDF മാർച്ച്. PK ശ്രീമതി MPക്കെതിരായ നഗരസഭയുടെ നിലപാടിൽ പ്രതിഷേധം. MPക്കെതിരെ നഗരസഭാ അധികൃതർ അപകീർത്തികരമായ പ്രസ്താവന നടത്തുകയാണെന്ന് LDF. ദിനേശ് അപ്പാരൽസിലെ സമരം ഒത്തുതീർന്നു. ജീവനക്കാരെ മാറ്റിയ നടപടി റദ്ദു ചെയ്തു. വനിതാ ജീവനക്കാർക്കുണ്ടായ മാനസിക പീഡനം. കൺസൾട്ടന്റിനെതിരായിട്ടുള്ള നടപടി 14-ന് ബോർഡ് മീറ്റിംഗിൽ തീരുമാനിക്കും. ഡിജിറ്റൽ ഇന്ത്യ വാരാചരണം. കലക്ടറേറ്റിൽ ഡിജിറ്റൽ പ്രദർശനം ആരംഭിച്ചു. സർക്കാർ സ്വകാര്യ മേഖലകളിലെ നിരവധി സ്ഥാപനങ്ങളുടെ സാന്നിധ്യം. പ്രദർശനം വിദ്യാർത്ഥികളെയും തൊഴിലന്വേഷകരെയും ലക്ഷ്യം വച്ച്. മരങ്ങൾക്ക് പിന്നാലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളും ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു. അറയ്ക്കൽ കൊട്ടാരത്തിന് സമീപമുള്ള കെട്ടിടങ്ങൾ വീഴാൻ പാകത്തിൽ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പരിസരവാസികൾ. വാർത്തകൾ വിശദമായി. പേരാവൂർ കുനിത്തലയിൽ CPM BJP സംഘർഷം. ഓട്ടോറിക്ഷ തകർത്തു. CITUവിന്റെ ആഭിമുഖ്യത്തിൽ പേരാവൂർ ടൗണിൽ ഓട്ടോറിക്ഷകൾ പണിമുടക്കി. ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇന്നലെ വൈകുന്നേരം CPM പ്രവർത്തകനായ ഓട്ടോ തൊഴിലാളി കൊയിലോത്ത് ബാലകൃഷ്ണനെ കുനിത്തലയിൽ വെച്ച് BJP പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. രാത്രി 9-ഓടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായിരുന്നു. പരിക്കേറ്റ BJP പ്രവർത്തകരായ ദിലേഷ്, നിപുൺ, ലിനീഷ് എന്നിവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലും CPM പ്രവർത്തകൻ ബാലകൃഷ്ണനെ പേരാവൂർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് CPM BJP സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപുഴ മഠത്തിൽ ഓട്ടോ ഡ്രൈവറായ CPM പ്രവർത്തകനെ ട്രിപ്പ് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു. KP നന്ദനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി കൂട്ടുപുന്നയിൽ വച്ചാണ് 3-അംഗ സംഘം മർദ്ദിച്ചത്. അക്രമത്തിന് പിന്നിൽ BJP ആണെന്ന് CPM ആരോപിച്ചു. ഇരിക്കൂറിൽ മുസ്ലിം പള്ളിയിൽ കവർച്ച. പണവും സ്വർണവും നഷ്ടപ്പെട്ടു. കനറ ബാങ്കിന് സമീപം നൂർ മസ്ജിദിലാണ് മോഷണം നടന്നത്. ഖത്തീബിന്റെ മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ച 15,000 രൂപയും 5 പവൻ സ്വർണ്ണ കോയിനുമാണ് മോഷണം പോയത്. സിറ്റി താഴത്തെരു റോഡ് വികസനം. PK ശ്രീമതി MPക്കെതിരായ കണ്ണൂർ നഗരസഭയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം വയക്കാടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിറ്റി താഴത്തെരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ നഗരസഭയും MP PK ശ്രീമതിയുമായുള്ള അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് റോഡ് പ്രവൃത്തിയിലെ നഗരസഭയുടെ കള്ളക്കളികൾ അവസാനിപ്പിക്കുക, MPക്കെതിരായ അപകീർത്തികരമായ പ്രസ്താവനകൾ നഗരസഭാ അധികൃതർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് നടത്തിയത്. പല റോഡുകളെ സംബന്ധിച്ചും വളരെയേറെ പഴയതും ഇടുങ്ങിയതുമായ റോഡുകളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. അത്തരത്തിലുള്ള റോഡുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസനം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനുവേണ്ടി മുനിസിപ്പൽ ഭരണാധികാരികൾ നടപടികൾ എടുക്കുമ്പോഴൊക്കെ. കളരിയിൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ KP സുധാകരൻ, വെള്ളോറ രാജൻ, ഹമീദ് ഇരണാവ്, T രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിനേശ് അപ്പാരൽസിൽ വനിതാ ജീവനക്കാർ നടത്തിവന്ന സമരം ഒത്തുതീർന്നു. ജീവനക്കാരെ അകാരണമായി സ്ഥലം മാറ്റിയ നടപടി റദ്ദു ചെയ്തു. കൺസൾട്ടന്റിനെതിരായ പരാതി അടുത്ത ബോർഡ് മീറ്റിൽ വയ്ക്കുമെന്നും തീരുമാനമായി. ചെയർമാനുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. ദിനേശ് അപ്പാരൽസിൽ സ്ത്രീ തൊഴിലാളികൾ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ചെയർമാനുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പായത്. ജീവനക്കാരെ അകാരണമായി സ്ഥലം മാറ്റിയതിലും സ്ത്രീ ജീവനക്കാർക്കുണ്ടായ മാനസിക പീഡനത്തിലും പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ 5 ദിവസമായി ജീവനക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. യൂണിയൻ ഭാരവാഹികളും ചെയർമാനുമായി നടത്തിയ ചർച്ചയിൽ സ്ഥലം മാറ്റിയ നടപടികൾ റദ്ദു ചെയ്തു. കൺസൾട്ടന്റിനെതിരെയുള്ള ആരോപണം 14-ാം തീയതി നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ അവതരിപ്പിച്ച് അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി. അറയ്ക്കൽ കൊട്ടാരത്തിന് സമീപമാണ് ഏതു നിമിഷവും നിലംപൊത്താറായ കെട്ടിടങ്ങളുള്ളത്. വീഴാതിരിക്കാൻ ചില കെട്ടിടങ്ങൾ കയർ കൊണ്ട് കെട്ടിയിട്ട അവസ്ഥയിലാണ് ഉള്ളത്.
ചരിത്രപ്രസിദ്ധമായ അറക്കൽ കൊട്ടാരത്തിന് സമീപം ഏതു നിമിഷവും നിലംപൊത്താറായ നിരവധി കെട്ടിടങ്ങളാണ് ഉള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇതിനുള്ളിൽ വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. അപകടാവസ്ഥയിലായ കെട്ടിടം വീഴാതിരിക്കാൻ കയറുകൊണ്ട് മരത്തിനോട് കെട്ടിയിട്ട അപൂർവ കാഴ്ചയും ഇവിടെയുണ്ട്. പക്ഷേ എന്തുമാത്രം ഉറപ്പുണ്ടെന്ന് ചിന്തിക്കാൻ വരട്ടെ. അതിനിപ്പുറത്തെ കാഴ്ച ഇങ്ങനെ. കൊച്ചുകുട്ടികളടക്കം പലരും ഭയത്തോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഒരു ദുരന്തമുണ്ടായാലേ അധികൃതർ കണ്ണു തുറക്കൂ എന്നാണ് പരിസരവാസികൾ പറയുന്നത്. പക്ഷേ എല്ലാം തുറന്നു പറഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്ത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പലരും ഒഴിഞ്ഞുമാറി. സമീപത്തെ ട്രാൻസ്ഫോമറിന് പോലും ഏറെ അപകട ഭീഷണിയായാണ് കെട്ടിടങ്ങൾ ഉള്ളത്. ഇത് ശരിക്കും ഒരു 10 വർഷത്തിൻ്റെ മേലെയായി ഈ ബിൽഡിങ്ങിടെ പൊളിച്ചിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് കല്ല് മാത്രം ബാക്കി വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് 100 കണക്കിന് ആൾക്കാർ കടന്നു പോകുന്ന സ്ഥലമാണിത്. ഒരു മത്സ്യത്തൊഴിലാളിയും അതേപോലെ മറ്റ് ആൾക്കാരെല്ലാം ഇടപഴകുന്ന ഒരു 100 കണക്കിന് ആൾക്കാർ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ റെയിലിൻ്റെ മുകളിൽ പുല്ലിട്ടിട്ട് കന്നുകാലിനെ വിളിക്കുന്ന മാതിരിയുള്ള ഒരു അവസ്ഥയിലാണെന്നുള്ളത്. പാഴ്മരങ്ങൾ പൊട്ടി വീണ ദുരന്തങ്ങൾ പതിവായ സാഹചര്യത്തിൽ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ഈ കെട്ടിടങ്ങൾ ദുരന്തങ്ങൾ കൊണ്ടുവരുമെന്നും ഉറപ്പാണ്. ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് ഇവിടെ അപകട ഭീഷണിയിലായി ഉള്ളത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇത് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. ക്യാമറമാൻ ഷാജിൽ ചെമ്പിലോടിനൊപ്പം സോണി ഷിനോയ്, സിറ്റി ന്യൂസ്. കണ്ണൂർ പത്രങ്ങളിലൂടെ ചീമേനി തുറന്ന ജയിലിന്റെ ചപ്പാത്തിയുടെയും ബിരിയാണിയുടെയും വിപണന സ്ഥലം പയ്യന്നൂർ നഗരസഭ ഒഴിപ്പിച്ചത് മാതൃഭൂമി വാർത്തയാക്കി. പുതുതായി അനുവദിച്ച സ്ഥലത്ത് വിൽപ്പന തീരെയില്ലാത്ത സാഹചര്യത്തിൽ പയ്യന്നൂർ വിൽപ്പന കേന്ദ്രം ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് ജയിൽ അധികൃതർ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മീൻപെട്ടികൾ പ്ലാറ്റ്ഫോമിൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. പ്ലാറ്റ്ഫോമുകൾ ലഗേജുകൾ കൈയടക്കുന്നതും യാത്രക്കാർക്ക് ദുരിതമുണ്ടാക്കുന്നു. കോട്ടൂർ പാലത്തിന് സമീപം പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം കയ്യേറി ടെന്റുകൾ കെട്ടി കച്ചവടം ആരംഭിച്ചിട്ടും നടപടികൾ എടുക്കാത്തത് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. സ്വകാര്യ വ്യക്തികൾ സ്ഥലം കയ്യേറുന്നതിന് ചില ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണ്. മലബാറിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നായ കരിവള്ളൂർ പാടശേഖരത്തിൽ നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നത് സുപ്രഭാതം വാർത്തയാക്കി. മഴ കുറഞ്ഞതിനാൽ മരുന്ന് തളിച്ചിട്ടും രോഗം പടരുന്നത് തടയാനാവാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പേരാവൂർ കുനിത്തലയിൽ CPM BJP സംഘർഷം. ഓട്ടോ തകർത്തു. CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോകൾ പണിമുടക്കി. ചെറുപുഴയിൽ ഓട്ടോ ഡ്രൈവറായ CPM പ്രവർത്തകനെ ട്രിപ്പ് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു. സിറ്റി താഴത്തെരു റോഡ് വികസനം. കണ്ണൂർ നഗരസഭയ്ക്കെതിരെ LDF മാർച്ച്. PK ശ്രീമതി MPക്കെതിരായ നഗരസഭയുടെ നിലപാടിൽ പ്രതിഷേധം. MPക്കെതിരെ നഗരസഭാ അധികൃതർ അപകീർത്തികരമായ പ്രസ്താവന നടത്തുകയാണെന്ന് LDF. ദിനേശ് അപ്പാരൽസിലെ സമരം ഒത്തുതീർന്നു. ജീവനക്കാരെ മാറ്റിയ നടപടി റദ്ദു ചെയ്തു. വനിതാ ജീവനക്കാർക്കുണ്ടായ മാനസിക പീഡനം. കൺസൾട്ടന്റിനെതിരായിട്ടുള്ള നടപടി 14-ന് ബോർഡ് മീറ്റിംഗിൽ തീരുമാനിക്കും. ഡിജിറ്റൽ ഇന്ത്യ വാരാചരണം. കലക്ടറേറ്റിൽ ഡിജിറ്റൽ പ്രദർശനം ആരംഭിച്ചു. സർക്കാർ സ്വകാര്യ മേഖലകളിലെ നിരവധി സ്ഥാപനങ്ങളുടെ സാന്നിധ്യം. പ്രദർശനം വിദ്യാർത്ഥികളെയും തൊഴിലന്വേഷകരെയും ലക്ഷ്യം വെച്ച്. മരങ്ങൾക്ക് പിന്നാലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളും ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു. അറയ്ക്കൽ കൊട്ടാരത്തിന് സമീപമുള്ള കെട്ടിടങ്ങൾ വീഴാൻ പാകത്തിൽ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പരിസരവാസികൾ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇൻഡിക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ബാങ്ക് ആൻഡ് ബാങ്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജേസ്പോൾ കോർണർ, കണ്ണൂർ. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. ഹോണസ്റ്റ് ബിൽ മാർട്ട്, എ സ്മാർട്ട് സെലക്ഷൻ, VKX കോംപ്ലക്സ്, NH റോഡ്, ചൊവ്വ, കണ്ണൂർ.
വാർത്തകളിലേക്ക്. സോളാർ കേസ് ഹരിത എസ് നായർ കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. റിട്ടയർഡ് DMO ജനാർദ്ദനന്റെയും കുടുംബത്തിന്റെയും 1,20,000 രൂപ വാങ്ങി വഞ്ചിച്ച കേസിലാണ് ഇന്ന് വീണ്ടും കോടതി പരിഗണിച്ചത്. കേസിലെ 1-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണൻ ഹാജരാകാത്തതിനാൽ കേസ് വീണ്ടും 20-ലേക്ക് മാറ്റി. ഡിജിറ്റൽ ഇന്ത്യ വാരാചരണം കളക്ടറേറ്റിൽ ഡിജിറ്റൽ പ്രദർശനം ആരംഭിച്ചു. കണ്ണൂർ റേഞ്ച് DIG ദിനേന്ദ്ര കശ്യപ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്വകാര്യ മേഖലകളിലെ IT, എഞ്ചിനീയറിംഗ്, ബാങ്കിംഗ് സ്ഥാപനങ്ങളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. സർക്കാർ പ്രവർത്തനങ്ങൾ സുഗമവും വേഗത്തിലുമാക്കുക, വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും IT മേഖലയിലെ സാധ്യത തുറന്നുകൊടുക്കുക, യുവാക്കളിൽ സംരംഭകത്വ ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് എക്സ്പോയുടെ ലക്ഷ്യം. പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗമായിട്ട് പറയാം. നിങ്ങൾ അവിടെ പോയിട്ട് എല്ലാ പരാതി പരിഹരിക്കണം. ഒരു FIR വേണമെങ്കിൽ അവിടെ എത്തിയ ശേഷം SHO പരാതി കൊടുക്കണം. അതില്ലാതെ ആ വഴിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ചില സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിന് ശേഷവും ബാക്കി ഇപ്പോൾ ജുഡീഷ്യറി സംബന്ധിച്ചും ആ കേസിൻ്റെ വിചാരണ സംബന്ധിച്ചും എല്ലാ വീഡിയോ കോൺഫറൻസിംഗ് വഴി തന്നെ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയാണ്. രാജ്യത്തെ തെരഞ്ഞെടുത്ത 14 ജില്ലകളിലെ കളക്ടറുമായി പ്രധാനമന്ത്രി തത്സമയ വീഡിയോ കോൺഫറൻസിലൂടെ നിർദ്ദേശങ്ങൾ നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ADM O മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർമാരായ PK സുധീർ ബാബു, ഷബീർ സയ്യിദ്, ജില്ലാ ഇൻഫർമാറ്റിക് ഓഫീസർ ആൻഡ്രൂസ് വർഗീസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, അക്ഷയ CEO PK നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. എക്സ്പോ നാളെ സമാപിക്കും. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ വടം കെട്ടിയുള്ള മത്സ്യബന്ധനം പൊടിപൊടിക്കുന്നു. ട്രോളിംഗ് നിരോധന കാലത്താണ് വള്ളം ഇറക്കാനാവാത്തതിനാൽ കരയിൽ നിന്ന് വല ഉപയോഗിച്ച് കമ്പ കെട്ടി വലിച്ച് മീൻപിടുത്തം നടത്തുന്നത്. മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഡ്രൈവിംഗിനായി എത്തുന്നവർക്ക് ഇപ്പോൾ കമ്പവലി കൂടി കാണാം. ഇരുവിഭാഗങ്ങളുടെ മത്സരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് വലയെറിഞ്ഞ് വടം കെട്ടി മീൻ പിടിക്കുന്നതാണ്. ട്രോളിംഗ് നിരോധനത്തോടെ കടലിന്റെ മക്കൾ വറുതിയിലാവും. അപ്പോൾ പിന്നെ ചെറുതോണി ഇറക്കി വലവിരിച്ച് വടം കെട്ടി ഇവർ കാത്തിരിക്കും. മീൻ കയറിയാൽ കമ്പ വലിച്ച് കരക്കടുപ്പിക്കും. ചില ദിവസങ്ങളിൽ ചാകര തന്നെ ഉണ്ടാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഇത് കമ്പവല ഇതേപോലെ ഇവിടുന്ന് ഫൈബർ കാത്തി പോയി എന്നിട്ട് നേരെ ഇറക്കിയിട്ട് 2 ഭാഗത്തും വലിക്കും. അപ്പോൾ അതിലുള്ള മീൻ അതിൽ തന്നെ കിട്ടും. എല്ലാം ഉണ്ടാവും. കോലി, ചെമ്മീൻ, പരള് എല്ലാം ഉണ്ടാവും. അത് കിട്ടും. ഇപ്പം കിട്ടും. ഇപ്പം മീൻ വിലയുള്ളതുകൊണ്ട്. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 12 മണി വരെയാണ് കമ്പവലി. 3-4 വിഭാഗങ്ങളിലായി 10-15 പേരുണ്ടാകും. ലഭിക്കുന്ന മത്സ്യങ്ങളെ വേർതിരിച്ച് വിപണിയിലെത്തിക്കുകയാണ് പതിവ്. ചിലപ്പോൾ കരയ്ക്ക് വെച്ചു തന്നെ കച്ചവടവും ഉറപ്പിക്കും. കടലിൽ പോകുന്ന സമയങ്ങളിൽ രാത്രികാലങ്ങളിലാണ് ഇവർ കമ്പവലി അഥവാ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കരവലി നടത്തുന്നത്. എന്ത് പേരിട്ട് വിളിച്ചാലും വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് തെല്ലൊരാശ്വാസമാണ് ഈ മീൻപിടുത്തം. അഞ്ചരക്കണ്ടി മുരിങ്ങേരി UP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും നാടകം പുസ്തക പ്രകാശനവും നടന്നു. പ്രധാനാധ്യാപിക KP ബീന ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി കോർഡിനേറ്റർ CP അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കുമാരി സിൻസി നാടകം പുസ്തകം ഏറ്റുവാങ്ങി. EM ശ്രീകേഷ്, KK ബേബി ലളിത, കുമാരി അനാമിക തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചരക്കണ്ടി മുരിങ്ങേരി UP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രസിദ്ധീകരിച്ച നാട്ടുകഥകളുടെ ശേഖരം നാടകം പുസ്തകം ശ്രദ്ധേയമാവുന്നു. അന്യം നിന്നു പോകുന്ന വാക്കുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നാടകം പുസ്തകം. അന്യം നിന്നു പോകുന്ന 200ഓളം മലയാള വാക്കുകൾ ശേഖരിച്ചാണ് നാടകം പുസ്തകം തയ്യാറാക്കിയത്. അവയുടെ അർത്ഥങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വീടുകൾ കയറി ഇറങ്ങിയാണ് നാട്ടുപദങ്ങൾ ശേഖരിച്ചത്. പഴമയുടെ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാരംഗം കലാസാഹിത്യവേദി കോർഡിനേറ്റർ CP അഷ്റഫ് പറഞ്ഞു. നമ്മുടെ പഴയ തലമുറ അവർ ഉപയോഗിച്ചിരുന്ന കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇപ്പം പുതിയൊരു തലമുറക്ക് ആ വാക്കുകൾ പരിചയമില്ല. ഇപ്പോൾ കുറേ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വാക്കുകളെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും, പരിചയപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അത്തരം പദങ്ങൾ കണ്ടെത്തുകയും അത്തരം വാക്കുകൾ കണ്ടെത്തുകയും അത് പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി 2013 കേരളപ്പിറവി ദിനത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം ഇട്ടത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും നാട്ടുകാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം ആളുകളുടെ ശ്രമദാനമാണ് ഈ പുസ്തകം. ചില സാധനങ്ങളുടെ പേരുകൾ ഇംഗ്ലീഷ് വാക്കുകളിൽ മാത്രം പറഞ്ഞിരുന്ന സ്ഥാനത്ത് അത് മലയാളീകരിക്കാനായി എന്നത് പുസ്തകത്തിന്റെ വിജയമാണ്. പാറക്കണ്ടിയിലെ ചെട്ടിയാർകുളം നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. സെൻട്രൽ ജയിലിലെ അന്തേവാസികളുടെ സഹകരണത്തോടെയാണ് നവീകരണം പുരോഗമിക്കുന്നത്. കുളം ഈ മാസം അവസാനത്തോടെ നീന്തൽ പരിശീലനത്തിനായി നൽകും.
പാറക്കണ്ടി നിവാസികളുടെ ഏറെ നാളത്തെ സ്വപ്നം സഫലമാക്കാൻ ചെട്ടിയാർകുളം പ്രൗഢിയോടെ ഒരുങ്ങുകയാണ്. സെൻട്രൽ ജയിലിലെ അന്തേവാസികളുടെ സഹായത്തോടെ നവീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ചെട്ടിയാർകുളം. 45 വർഷമായി ഉപയോഗശൂന്യമായ കുളം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മാലിന്യമുക്തമായത്. കൂടെ ജനപ്രതിനിധികളും രംഗത്ത് വന്നതോടെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിലായി. ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തിയാക്കി നീന്തൽ പരിശീലനത്തിന് തുറന്നുകൊടുക്കുമെന്ന് വാർഡ് കൗൺസിലർ ടി നജ്മുന്നീസ ടീച്ചർ പറഞ്ഞു. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ശ്രീമതി ടീച്ചറും ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഇവിടെ വന്ന് 17-ാം തീയതി 18-ാം തീയതി ഇവിടെ പണി തുടങ്ങി. പിന്നെ ജൂൺ 2-ന് ബാർജ് വന്ന് ഈ കുളം എല്ലാം ചളിയെല്ലാം കുറേ എടുത്ത് ഇപ്പോൾ ഇത് പണിൻ്റെ ഒരു 3/4 ഭാഗവും കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാസം തന്നെ 20-ാം തീയതി നമുക്ക് ഇത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഇത് എത്തിയിട്ടുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 40 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. AP അബ്ദുള്ളക്കുട്ടി MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ സൗന്ദര്യവൽക്കരണത്തിനായും അനുവദിച്ചിട്ടുണ്ട്. സാങ്കേതിക സഹായം നൽകുന്നത് സർക്കാർ സ്ഥാപനമായ നിർമ്മിതി കേന്ദ്രയാണ്. 30 തടവുകാരെങ്കിലും ഒരു ദിവസം ഇവിടെ പണിക്കിറങ്ങുന്നുണ്ട്. സ്ഥലത്തെ MPയും അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, തഹസിൽദാർ, നമ്മുടെ വാർഡ് മെമ്പറായ നജ്മുന്നീസ അവരെല്ലാവരെയും നിരന്തരമായ ഇടപെടൽ ഇതിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജയിലിലെ അന്തേവാസികളാണ് ഇവിടെ ഈ പണിയുടെ 3/4 പങ്കും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നീന്തൽ മത്സരങ്ങൾ നടത്താൻ കുളത്തിന്റെ ഒരു വശത്ത് ഗാലറി നിർമ്മിക്കുന്നുണ്ട്. പല ഭാഗത്തും പഴയ പടവുകൾ നശിച്ചിരുന്നു. അതെല്ലാം കല്ലുകെട്ടി പുനർനിർമ്മിക്കുകയാണിപ്പോൾ. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടെ ലൈറ്റുകളും സ്ഥാപിക്കും. അഞ്ചരക്കണ്ടി ചിറമ്മൽ പീടികയിലെ കുടിവെള്ള വിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി. പൈപ്പ് പൊട്ടി മാസങ്ങളോളം കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. ഏതാണ്ട് 8 മാസത്തോളമായി ചിറമ്മൽ പീടിക ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട്. നിരവധി തവണ നാട്ടുകാരും പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അധികൃതർ തികഞ്ഞ നിസ്സംഗതയാണ് കാണിച്ചിരുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. ബംഗാളിലെ ദാരിദ്ര്യം തന്റെ ചിത്രങ്ങളിലൂടെ ലോകത്തെ അറിയിച്ച ആർട്ടിസ്റ്റ് ചിത്തപ്രസാദിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. തലശ്ശേരി ആർട്ടിസ്റ്റ് സൊസൈറ്റി ഗാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ 35 ചിത്രങ്ങളാണ് ഉള്ളത്. പശ്ചിമ ബംഗാളിലെ നൈഹാദിയിൽ 1915 ജൂൺ 21 ജനിച്ച ചിത്തപ്രസാദ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ഫ്യൂഡൽ ചൂഷണത്തിനും എതിരെ കലയെ ആയുധമാക്കിയ കലാകാരനായിരുന്നു. 1932-36 കാലത്ത് ചിറ്റഗോങ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. ബംഗാളിലെ പട്ടിണി ലോകത്തിനു മുന്നിൽ വരച്ചുകാട്ടിയ ചിത്രകാരൻ കൂടിയായിരുന്നു ചിത്തപ്രസാദ് എന്ന് കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമായ പതാഞ്ജലി പറഞ്ഞു. മാനം മറക്കാൻ തുണി പോലും ഇല്ലാതെ കഴിയുന്ന സ്ത്രീകൾ, ഈ ശവശരീരങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾ, ഇങ്ങനെ ഇതൊക്കെയാണ് അയാൾ കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ. ഇതൊക്കെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങളിലൂടെ കൊണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററായിട്ടാണ് കരുതുന്നത്. ബംഗാളിലെ പട്ടിണിക്കോലങ്ങൾ, വിശപ്പിന്റെ കുഞ്ഞുമുഖങ്ങൾ, പട്ടിണി മൂലം മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊത്തിവലിക്കുന്ന കഴുകനും കടിച്ചുകീറുന്ന പട്ടികളും പ്രദർശനത്തിലുണ്ട്. പട്ടിണി മൂലം 30 ലക്ഷം പേർ മരിച്ച 1943 ബംഗാൾ ക്ഷാമത്തിന്റെ ചിത്രം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ച കലാകാരനായിട്ടാണ് ചിത്രപ്രസാദിനെ ലോകം അറിഞ്ഞത്. ഈ ചിത്രങ്ങൾ അടിവരയിട്ട കുറിപ്പിലാണ് ബംഗാൾ അടയാളപ്പെടുത്തപ്പെട്ടത്. മിഡ്നാപൂരിൽ യാത്ര ചെയ്ത് എഴുതിയ ഹംഗ്രി ബംഗാൾ എന്ന പുസ്തകത്തിന്റെ മുഴുവൻ കോപ്പികളും ബ്രിട്ടീഷ് ഭരണകൂടം കണ്ടെത്തി നശിപ്പിക്കുകയായിരുന്നു. യാതനയും ബാലവേലയുടെ കാഠിന്യം നിറഞ്ഞ ബാല്യവും പെൻസിലിൽ വിരിഞ്ഞ പൂക്കളായി. ചിത്തപ്രസാദിന്റെ പ്രസിദ്ധമായ ചിത്രപുസ്തകത്തിൽ നിന്നുള്ള ഏതാനും ചിത്രങ്ങളുടെ പ്രിന്റുകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. AKG ആശുപത്രിയിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള മൊബൈൽ ICU ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. ആശുപത്രി പ്രസിഡന്റ് M പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള മൊബൈൽ ICU ആംബുലൻസ് ആശുപത്രി വാങ്ങിയത്. ആതുര മേഖലയിൽ നൂതന പദ്ധതികളാണ് AKG ആശുപത്രി നടപ്പിലാക്കുന്നതെന്ന് പ്രസിഡന്റ് M പ്രകാശൻ പറഞ്ഞു. സാധാരണ ആംബുലൻസിന്റെ ആവശ്യകത തന്നെ പൂർണ്ണമായി നിർവഹിക്കാനാവില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ മൊബൈൽ ICUവിനെ സംബന്ധിച്ച് അത് വളരെ ഗുരുതരമായ നിലയിൽ ഉള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. സാധാരണഗതിയിൽ മൊബൈൽ ICU സർവീസ് സ്ഥാപനത്തെ സംബന്ധിച്ച് ലാഭകരമായിട്ടുള്ള സർവീസ് അല്ല. പക്ഷേ ഒരു സേവന സ്ഥാപനം എന്നുള്ള നിലക്ക് വലിയ സാമ്പത്തിക ബാധ്യത ആവശ്യമുണ്ടെങ്കിൽ പോലും നിർബന്ധമായും ഒരു മൊബൈൽ ICU കൂടി ഉണ്ടാവണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഇത് ഔപചാരികമായിട്ട് ഇതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്.
മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ.പി. ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി. വികാസ്, ഡയറക്ടർ മാറാട് അബ്ദുൽ ഷുക്കൂർ, വയക്കാടി ബാലകൃഷ്ണൻ, പി. മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. എളയാവൂർ സൗത്ത് ഐക്യോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ PSC കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചു. എളയാവൂർ സൗത്ത് LP സ്കൂളിൽ PSC മുൻ ബോർഡ് മെമ്പർ MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടുകയെന്നത് പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം വാശിയായി മാറിയിരിക്കുകയാണ്. വായനശാലകളും ക്ലബ്ബുകളും പരിശീലന പരിപാടി ആരംഭിച്ചാൽ അവിടങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് അത് അനുഗ്രഹമാവുമെന്ന് NK മോഹനൻ പറഞ്ഞു. വലിയ ആരോപണം വന്നു. ഭാര്യയും ഭർത്താവും എന്തായാലും ചോദ്യം കിട്ടി. ഒന്നും രണ്ടും റാങ്ക്, ഒന്നാമത്തെ റാങ്ക് ഭർത്താവും രണ്ടാമത്തെ റാങ്ക് ഭാര്യയും. വലിയ വിവാദമായി പത്രങ്ങളിലൊക്കെ വന്നു. പക്ഷെ അവർ വളരെ കൃത്യമായി അവർ അങ്ങനെ ഒരു വിവാദമാകേണ്ട കാര്യമില്ല. അങ്ങനെ ആരും ഒരു പരിഗണന അവിടെ കിട്ടത്തില്ല. കമ്പ്യൂട്ടർ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാൾക്ക് പരിഗണന കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ. വായനശാല പ്രസിഡന്റ് പുത്തലത്ത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദിലീപ്, പുഞ്ചൻ വത്സനൻ, ബാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ അനശ്വര സിൽക്സ് ഫെസ്റ്റീവ് റംസാന്റെ ഭാഗമായി ജിമാളിൽ ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മഗ്രിബ് നമസ്കാരത്തിന് തെക്കി ബസാർ ബദർപള്ളി ഖത്തീബ് നൌഫൽ മൗലവി നേതൃത്വം നൽകി. ഹാഫിൽ നൌമാൽ മൗലവി, NP ഇബ്രാഹിം ഹാജി തുടങ്ങിയവരും വിവിധ സംഘടനാ പ്രതിനിധികളും ഉപഭോക്താക്കളും സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. അഴീക്കോടൻ സ്മാരക സ്പോർട്സ് ക്ലബ്ബ് എളയാവൂരിന്റെയും ഇമ്പിച്ചിബാവ സൗഹൃദവേദി താഴെച്ചൊവ്വയുടെയും ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. എളയാവൂർ അഴീക്കോടൻ ക്ലബ്ബിന് സമീപം നടന്ന നോമ്പുതുറ റിട്ടയർഡ് ജഡ്ജ് MM നിസാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ സമൂഹ നോമ്പുതുറയിൽ പങ്കാളികളായി. പെട്രോൾ പമ്പ് ഉടമകൾ നടത്തുന്ന 24 മണിക്കൂർ സമരം പൂർണ്ണം. പുതിയ കമ്പനികൾക്ക് നൽകിയ അനുമതി പത്രങ്ങൾ, NOC എന്നിവ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പെട്രോൾ പമ്പുകൾ അടച്ചിട്ടത്. അതേസമയം മാഹിയിൽ പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതുതായി ആരംഭിക്കുന്ന പെട്രോൾ പമ്പുകൾക്കായി എണ്ണ കമ്പനികളും സർക്കാരും നൽകിയിട്ടുള്ള എല്ലാ അനുമതി പത്രങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ധന ബഹിഷ്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ 130 പമ്പുകളും നിശ്ചലമായി. ഇന്നലെ അർദ്ധരാത്രി 12 മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ 24 മണിക്കൂറാണ് സമരം. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സും കേരള സ്റ്റേറ്റ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് പമ്പുകൾ അടച്ചിട്ട് സമരം നടത്തുന്നത്. എന്നാൽ മാഹിയിൽ പെട്രോൾ പമ്പുകളെ സമരം ബാധിച്ചിട്ടില്ല. മാഹി മേഖലയിൽ പെട്രോൾ പമ്പുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ജൂലൈ 13-ന് തലശ്ശേരിയിൽ പ്രതിഷേധ റാലി നടത്തുന്നു. 1 റാങ്ക് 1 പെൻഷൻ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ നടക്കുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് റാലി. മുഴുവൻ സൈനികരും ആശ്രിതരും റാലിയിൽ അണിചേരും. സ്വർണം വെള്ളി നിരക്ക്. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. സ്വർണം ഗ്രാമിന് 2470 രൂപ, പവന് 19,760 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ, 10 ഗ്രാമിന് 400 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പേരാവൂർ കുനിത്തലയിൽ CPM BJP സംഘർഷം. ഓട്ടോ തകർത്തു. CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോകൾ പണിമുടക്കി. ചെറുപുഴയിൽ ഓട്ടോ ഡ്രൈവറായ CPM പ്രവർത്തകനെ ട്രിപ്പ് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു. സിറ്റി താഴത്തെരു റോഡ് വികസനം. കണ്ണൂർ നഗരസഭയ്ക്കെതിരെ LDF മാർച്ച്. PK ശ്രീമതി MPക്കെതിരായ നഗരസഭയുടെ നിലപാടിൽ പ്രതിഷേധം. MPക്കെതിരെ നഗരസഭാ അധികൃതർ അപകീർത്തികരമായ പ്രസ്താവന നടത്തുകയാണെന്ന് LDF. ദിനേശ് അപ്പാരൽസിലെ സമരം ഒത്തുതീർന്നു. ജീവനക്കാരെ മാറ്റിയ നടപടി റദ്ദു ചെയ്തു. വനിതാ ജീവനക്കാർക്കുണ്ടായ മാനസിക പീഡനം. കൺസൾട്ടന്റിനെതിരായിട്ടുള്ള നടപടി 14-ന് ബോർഡ് മീറ്റിംഗിൽ തീരുമാനിക്കും. ഡിജിറ്റൽ ഇന്ത്യ വാരാചരണം. കലക്ടറേറ്റിൽ ഡിജിറ്റൽ പ്രദർശനം ആരംഭിച്ചു. സർക്കാർ സ്വകാര്യ മേഖലകളിലെ നിരവധി സ്ഥാപനങ്ങളുടെ സാന്നിധ്യം. പ്രദർശനം വിദ്യാർത്ഥികളെയും തൊഴിലന്വേഷകരെയും ലക്ഷ്യം വെച്ച്. മരങ്ങൾക്ക് പിന്നാലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളും ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു. അറയ്ക്കൽ കൊട്ടാരത്തിന് സമീപമുള്ള കെട്ടിടങ്ങൾ വീഴാൻ പാകത്തിൽ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പരിസരവാസികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.